ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിലേക്കുള്ള ബ്രസീലിയൻ സ്ക്വാഡിനെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ഉള്ളത്. പ്രാഥമിക സ്ക്വാഡ് നേരത്തെ തന്നെ അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ വെട്ടിച്ചുരുക്കി ഒരു ഫൈനൽ സ്ക്വാഡ് കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ശ്രമങ്ങളിലാണ് ആഞ്ചലോട്ടി ഉള്ളത് എന്ന കാര്യം ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് വരുന്ന ഞായറാഴ്ച സാന്റോസും ബാഹിയയും തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരം വീക്ഷിക്കാൻ വേണ്ടി കാർലോ ആഞ്ചലോട്ടി നേരിട്ട് എത്തും എന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമായും രണ്ട് താരങ്ങളെ വിലയിരുത്താൻ വേണ്ടിയാണ് കാർലോ ആഞ്ചലോട്ടി എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് സാന്റോസിന് വേണ്ടി കളിക്കുന്ന ഗോൾ കീപ്പറാണ് ഗബ്രിയേൽ ബ്രസാവോ. ഇദ്ദേഹത്തെ കാർലോ ആഞ്ചലോട്ടി ഗൗരവത്തോടു കൂടി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നിരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ഈ ഒരു പരിശീലകൻ എത്തുക. കൂടാതെ ബാഹ്യയ്ക്ക് വേണ്ടി കളിക്കുന്ന മധ്യനിര താരമാണ് ജീൻ ലുക്കാസ്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ്. ബ്രസീലിനെ പരിഗണിക്കാവുന്ന ഒരു താരമാണ് ജീൻ ലുക്കാസ്. ഇദ്ദേഹത്തെയും കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ കൂടി ഈ മത്സരം കണ്ടുകൊണ്ട് കാർലോ ആഞ്ചലോട്ടി വിലയിരുത്തും എന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും ഈ രണ്ട് താരങ്ങളെ കൂടി നിരീക്ഷിക്കാൻ തന്നെയാണ് പരിശീലകന്റെ തീരുമാനം. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ബ്രസീലിയൻ ലീഗിലെ താരങ്ങൾക്ക് കാർലോ ആഞ്ചലോട്ടി കൂടുതൽ മുൻഗണന നൽകുന്നുണ്ട്. ബ്രസീലിയൻ ലീഗിൽ നിന്നും കൂടുതൽ താരങ്ങളെ ബ്രസീലിയൻ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ബ്രസീലിയൻ ലീഗിൽ നിന്ന് ആരൊക്കെ ഇടം നേടും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.